ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എണ്ണ കാച്ചുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കേശവർദ്ധിനി, കഞ്ഞുണ്ണി, കൊന്നയില, കറിവേപ്പില, കിഴാർനെല്ലി, ആര്യവേപ്പിൻ്റെ ഇല, കൃഷ്ണതുളസി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇലകൾ മാത്രം, കുറച്ച് ചെറിയ തണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ കുത്തമ്മയിലിട്ടിട്ട് കുത്തിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കറണ്ട് ഇല്ലാത്തത് കാരണം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്താലും മതി. വെള്ളം കൂടുതലായാൽ നമുക്ക് എണ്ണ കാച്ചുന്ന സമയത്ത് കുറേ സമയം എണ്ണ റെഡി ആയിട്ട് വരാൻ വേണ്ടി, ആ വെള്ളം മുഴുവൻ വറ്റി വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കേണ്ടി വരും. കുറച്ച് വെള്ളമാകുമ്പോൾ ആ പ്രശ്നം വരില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെ എണ്ണ റെഡിയായി കിട്ടും. ഞാനതെല്ലാം കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. മാക്സിമം നീരെടുക്കാൻ നോക്കണം. ഞാനിതിൽ ചണ്ടിയിൽ ഇനി ഉണ്ടാവുന്നുള്ളതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ തിളച്ച വെള്ളം കുറച്ച് കൂടുതൽ സമയം തിളപ്പിച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ആ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ആ നീരിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മിക്സിയിലടിക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നം വരില്ല. ഇത് ഈ കുത്തമ്മിലായതുകൊണ്ട് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ചതഞ്ഞ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയിൽ നിന്ന് പകുതി, അതായത് ഏകദേശം 500 ലിറ്റർ വെളിച്ചെണ്ണ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കാച്ചാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി എണ്ണ, എന്നിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ അതിൻ്റെ ചാറെടുത്ത പാത്രത്തിലോട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെള്ളവും വെളിച്ചെണ്ണയും നല്ല പോലെ മിക്സായിട്ട് വരണം. കട്ട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏത് മെത്തേഡായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിന് ശേഷം തീ കത്തി നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ കുറഞ്ഞ തീയിലിട്ടാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇളക്കി കുറേ സമയം കഴിയുന്ന സമയത്ത് അതിൽ പത വരും. പത ഏകദേശം ഈ ഒരു പരുവമാവുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഇളക്കാതിരിക്കരുത്. കാരണം അതിൻ്റെ അടിയിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതിൽ അരിച്ചതാണെങ്കിലും അതിൻ്റെ ആ ഒരു മട്ട് ഉണ്ടാവും. ആ മട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് പതയൊക്കെ വറ്റി വരും. അതാണ് അതിൻ്റെ പാകം. പിന്നെ നമ്മൾക്ക് അത് പാകമായോ എന്നറിയാൻ അതിലേക്ക് ഒരു അരിമണി ഇട്ട് കൊടുക്കുക. ഒരു അരിമണി ഇട്ട് കൊടുത്തിട്ട് അത് പൊരിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് അത് പാകമായി എന്ന് ഉറപ്പിക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ പാകമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു തുണി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാൻ പോവുകയാണ്. ചൂടോടുകൂടി ഒഴിക്കണം എന്നില്ല. ഞാൻ ചൂടോടുകൂടി തന്നെ ഒഴിക്കുകയാണ്. അതിലിരുന്ന് കൂടുതൽ കരിഞ്ഞു പോകണ്ടെന്ന് കരുതി ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. ചൂടോടുകൂടി ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. തിളച്ച എണ്ണയാണ്, അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.